കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PG അഡ്മിഷൻ 2025-26 ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ PG അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. PG ആപ്ലിക്കേഷൻ വരാൻ അപ്ലൈ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ PG അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ലാസ്റ്റ് ഡേറ്റ്, ഫീസ്, ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും PG അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന ഡിഗ്രിയും PG അഡ്മിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. കാലിക്കറ്റ് സർവകലാശാല 2025-26 അധ്യയന വർഷത്തെ ഏകജാലകം മുഖേനയുള്ള ബിരുദ പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ജൂൺ 13 വരെയാണ്. ജൂൺ 13 വരെ നിങ്ങൾക്ക് കാലിക്കറ്റ് സർവകലാശാലയുടെ ഏകജാലക പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് 495 രൂപയും SC ST കാറ്റഗറിയിൽ വിദ്യാർത്ഥികൾക്ക് 205 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ പ്രോസ്പെക്ടേഴ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും സൈറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിച്ചു നോക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് 15 ഓപ്ഷനുകളാണ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകളും കോളേജുകളും സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഒരു ഫോൺ നമ്പർ കയ്യിൽ കരുതുക. ആ ഫോൺ നമ്പറിൽ കൃത്യമായിട്ട് അതിൻ്റെ OTP അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അതുകൊണ്ട് തന്നെ ആക്ടിവേറ്റ് ആയ ഒരു ഫോൺ നമ്പർ തന്നെ നിങ്ങൾ കൊടുക്കണം. ആ ഫോൺ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു CAP ID-യും അതുപോലെ തന്നെ പാസ്വേഡും ലഭിക്കും. ആ പാസ്വേഡും CAP ID ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷനും പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഓപ്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഇത് നിങ്ങൾക്ക് 13-ാം തീയതി വരെ, അതായത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 13 വരെയാണ്. അപ്പോൾ ഈ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എന്ത് നിങ്ങൾ എഡിറ്റ് ചെയ്താലും അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. അപ്പോൾ നോർമൽ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഓൺലൈൻ മാത്രം രജിസ്റ്റർ ചെയ്തിരുന്നാൽ മതി. നിങ്ങൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടോ മറ്റ് രേഖകളോ ഒന്നും ഇപ്പോൾ നിങ്ങൾ കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ട. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് കോളേജിൽ സബ്മിറ്റ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ മാനേജ്മെൻറ്റ് കോട്ട, സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ NRI കോട്ടയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് സഹിതം നിങ്ങൾ കോളേജുകളിൽ സബ്മിറ്റ് ചെയ്യണം. അത് മാനേജ്മെൻറ്റ് കോട്ട, സ്പോർട്സ് കോട്ട, NRI കോട്ടയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും സൈറ്റിൽ അവൈലബിൾ ആണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കണം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലെ കോഴ്സുകൾക്ക് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും താല്പര്യമുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഓപ്ഷനുകൾ വേണം നിങ്ങൾ മുൻഗണനാക്രമത്തിൽ കൊടുക്കേണ്ടത്. കാരണം നിങ്ങൾക്കറിയാലോ, ആദ്യം വെക്കുന്ന കോളേജുകളായിരിക്കും നിങ്ങൾക്ക് ആദ്യം പരിഗണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള കോളേജുകളായിരിക്കണം നിങ്ങൾ ആദ്യം ഓപ്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് മാക്സിമം 15 ഓപ്ഷനുകളാണ് വെക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. പ്രോസ്പെക്ടസ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. കോഴ്സുകളും കോളേജുകളും എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്